ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ റേഷനരി വെച്ചിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ചിലർക്കൊക്കെ ചോറ് വെച്ച് കഴിക്കാനൊന്നും ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പി ഒക്കെ ഉണ്ടാക്കി നോക്കിയാൽ മതി. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പത്തലാണ്. പത്തല് ഒറോട്ടി എന്നൊക്കെ പറയല്ലേ, അതാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ നോക്കാം. പത്തലിന് വേണ്ടിയിട്ട് 2 കപ്പ് റേഷനരി എടുത്തിട്ടുണ്ട്. ഇതിലെന്തെങ്കിലും വൃത്തികേടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയതിന് ശേഷം നല്ലോണം കഴുകിയെടുക്കണം. ഒരുപാട് വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് വരണം. അപ്പൊ നമുക്കത് കഴുകിയെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പൊ ഇതാ അരി നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കൂടുതൽ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതൊരു 10 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. പച്ചരി പോലെയല്ല, നമ്മളെ മിക്സി അങ്ങ് കേടന്ന് പോകും. പിന്നെ ചൂടുവെള്ളം എല്ലാം ഒഴിച്ചു കൊടുത്തത് സാധാ പച്ചവെള്ളത്തിലാണ് കുതിർത്തുന്നത് കേട്ടോ. അപ്പൊ അതാ 10 മണിക്കൂറിന് ശേഷം അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ കണ്ടില്ലേ, അത് മുറിഞ്ഞു പോരുന്നുണ്ട്. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് കൊണ്ടുവരാം. ഇനി നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഫുള്ളായിട്ട് ആദ്യം തന്നെ ഇട്ട് കൊടുക്കണ്ട, പകുതി ആദ്യം ഇട്ട് കൊടുക്കുക. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിന് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പച്ചരി പോലെയല്ല, കുറച്ച് കൂടുതൽ വെള്ളം തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരച്ചെടുക്കുമ്പോൾ. പച്ചരി ആണെങ്കിൽ നമ്മൾ അരഞ്ഞു വരില്ല എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളമല്ല ഒഴിച്ചു കൊടുക്കുക. അതുപോലെയല്ല, ഇത് കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കണം. അപ്പൊ അത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നന്നായിട്ട് അരഞ്ഞിട്ടൊന്നുമില്ല. ഇനി ആ ഒരു ഇതിലേക്ക് തന്നെ വീണ്ടും രണ്ടാമത്തതും ഇട്ട് കൊടുക്കുക. അപ്പൊ ഒരുപാട് വെള്ളം കൂടുതലാവില്ല. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പൊ ഇതാ ഒട്ടും തരിയില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സാധാരണ നൈസ് പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കുമല്ലോ, അതുപോലെ വാട്ടിയെടുക്കണം. അപ്പൊ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക് പാനാണ് എടുത്തിട്ടുള്ളത്. അതാവുമ്പോ അങ്ങനെ അടിയിലൊന്നും ഒട്ടിപ്പിടിക്കൂല. ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ജാറിൽ തന്നെ ഒരു 1/4 കപ്പ് വെള്ളപ്പൊടി എടുത്ത്, കൂടുതൽ വെള്ളം ആവരുത് കേട്ടോ. അപ്പൊ നമ്മളിത് വറ്റിച്ചെടുക്കാൻ ഒരുപാട് ടൈം എടുക്കും. അത് കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഇതുപോലെ പത്തിരിക്ക് വാട്ടിയെടുക്കുന്ന പോലെ വാട്ടിയെടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ അതിലേക്ക് ഒറോട്ടിപ്പൊടി എന്ന് പറഞ്ഞിട്ട് ആമിസിന്റെ ഒക്കെ വരുന്നുണ്ടല്ലോ, ആ പൊടി വീട്ടിലുണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ വാട്ടാതെ തന്നെ പത്തിരി ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇത് വറ്റിച്ചെടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇത് നന്നായിട്ട് കുറുകിയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഇതാ റെഡി ആയിട്ടുണ്ട്. പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ചൂടോടെ ഒന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് നേരം നമ്മൾ നൈസ് പത്തിരിക്ക് കുഴക്കണ പോലെ ഒന്നും കൈ വെച്ചിട്ട് ബുദ്ധിമുട്ടാനൊന്നുമില്ല കേട്ടോ. അപ്പൊ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയിട്ട് എടുക്കാം. നമുക്ക് ഇതിന്ന് വേറൊരു പാനിലേക്ക് ഇത് മാറ്റാം. കൈ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മയപ്പെടുത്തിയെടുത്താൽ മതി. ഇത് കുറച്ച് ലൂസായിട്ട് തന്നെ നമ്മൾ പത്തലിന് ആക്കിയെടുക്കേണ്ടത്. നൈസ് പത്തിരിയുടെ പോലെ ഒരുപാട് ടൈറ്റ് ആക്കിയിട്ടൊന്നും കുഴച്ചെടുക്കണ്ട. അപ്പൊ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോരോ ഉരുളാക്കിയിട്ട് എടുക്കാം. മാവ് ഉരുട്ടുന്നതിന് മുന്നേ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്താൽ മതി. ഇനി ബാക്കിയെല്ലാം മാവ് ഇതുപോലെ തന്നെ ഉരുട്ടിയിട്ടെടുക്കുക. നമുക്കിനി ഇത് ഓരോന്നും പരത്തിയെടുക്കാൻ തുടങ്ങാം. അപ്പൊ നിങ്ങളെ കയ്യില് വാഴയില ഉണ്ടെങ്കിൽ അതിൽ പരത്തിയെടുത്താൽ മതി. അപ്പൊ നമ്മളെ പത്തലിന് നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പൊ എന്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ പ്രസ്സിലാണ് പരത്തിയെടുക്കുന്നത് കേട്ടോ. പ്രസ്സിൽ ആദ്യം ഒന്ന് 2 ഭാഗത്തും എണ്ണ തടവി കൊടുത്തതിന് ശേഷം പ്രസ് ചെയ്താൽ മതി. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെ ഓരോരോ പത്തലും ഉണ്ടാക്കിയിട്ട് എടുക്കുക. ഒരു 3 എണ്ണം ആയി കഴിഞ്ഞാൽ നമുക്ക് ചുടാൻ തുടങ്ങാം കേട്ടോ.
ഇനി ഇത് ചുടാൻ തുടങ്ങാം. പിന്നെ ചുടുന്നതിനനുസരിച്ച് ഇതുപോലെ പ്രസ് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് കൈ വെച്ചിട്ട് ചെയ്യുന്ന പോലെയല്ല, പെട്ടെന്ന് ആക്കി എടുക്കാൻ കഴിയുമല്ലോ. പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ എന്റെ കയ്യിൽ ചെറിയ പാനായതുകൊണ്ട് ഒരെണ്ണം ഇട്ടിട്ടാണ്. വലിയ പാനാണെങ്കിൽ 3 ഇട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഞാനിപ്പോ 2 പാന് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ചെറുത് ഒരെണ്ണം കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ നൈസ് പത്തിരിയുടെ പോലെ 2-3 പ്രാവശ്യം ഇട്ടാൽ ഇത് പൊള്ള വരില്ല കേട്ടോ. ഒരു 6 പ്രാവശ്യമെങ്കിലും തിരിച്ചും മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കണം. നൈസ് പത്തിരി എന്ന് പറഞ്ഞാൽ നമ്മൾ വറുത്ത പൊടിയിട്ടും പിന്നെ സാധാ പച്ച അരി പൊടിപ്പിച്ചിട്ടുള്ള ആ പൊടിയിട്ടും ചെയ്യും. പക്ഷെ ഇത് നമ്മൾ അരി അരച്ച് ചെയ്യുന്നതല്ലേ, അപ്പൊ കുറച്ചാണെങ്കിൽ നൈസ് പത്തിരിയുടെ അത്ര തന്നെ കട്ടി കുറഞ്ഞിട്ടല്ല നമ്മളിത് പരത്തി എടുക്കുന്നതും. അപ്പൊ കുറച്ച് ടൈം എടുത്തിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കുക കേട്ടോ. എന്നാലാണ് നമുക്ക് ഉള്ളൊക്കെ വെന്ത് നല്ല പൊള്ള പോലെ വരുള്ളൂ. ഇപ്പൊ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ അടുത്തതും ചുട്ടെടുക്കുക. പിന്നെ പാനിലേക്ക് ഇടുന്ന ടൈമിന് പാന് നന്നായിട്ട് ചൂട് വേണം കേട്ടോ. അപ്പോഴാണ് ഇത് നന്നായിട്ട് 2 സൈഡും ആയിട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മളൊന്ന് മറിച്ചിട്ട് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ചുട്ടെടുത്താൽ മതി. അങ്ങനെ ഇതാ നമ്മുടെ ലാസ്റ്റത്തെ പത്തലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊങ്ങി വരുന്നുണ്ട്. ചില സമയത്ത് ചിലത് നമുക്ക് പൊങ്ങൂല. അതെന്താ വെച്ചാൽ നമ്മൾ ഫ്ലെയിം കൂട്ടി വെക്കാൻ മറന്നു പോയിട്ടാണ്. അത് കൂട്ടിയിട്ടും കുറച്ചിട്ടായിട്ടാണ് ഇത് ചുട്ടെടുക്കേണ്ടത്. നമ്മുടെ എല്ലാ പത്തലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ ഇതിന്റെ കൂടെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയുള്ളത്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. പക്ഷെ ഇവിടെ കുട്ടികൾക്കൊന്നും തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയത്. അപ്പൊ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.